നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് at 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ മാറാടിയിലെ പ്രതിഷേധ സമരം വിജയം കണ്ടു. 31 ദിവസമായി തുടർച്ചയായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് സമരം നടത്തി വന്നത്. ഷാപ്പിന് നൽകിയ ലൈസൻസ് റദ്ദാക്കിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. മലങ്കര ഡാം ഷട്ടറുകൾ ഉയർത്തുന്നു. ജാഗ്രതാ നിർദ്ദേശം. തൊടുപുഴ മൂവാറ്റുപുഴ ആറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് മലങ്കര ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്ലീഡർ നിയമനം. അഭിഭാഷകയെ ശുപാർശ ചെയ്തത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലെന്ന് ഡീൻ കുര്യാക്കോസ് MB. കെ ബാബു തന്റെ പേര് പറഞ്ഞത് വിവാദം ആക്കേണ്ടതില്ലെന്നും MB. KHRA എറണാകുളം ജില്ലാ കമ്മിറ്റി ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ യൂണിറ്റിന് കീഴിലുള്ള ഹോട്ടലുകളിൽ പരിശോധനകൾ നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം ആസ്വാദനം. സ്കൂളിന് അവധി പ്രഖ്യാപിച്ച് പ്രധാന അധ്യാപിക. മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ മേരി സാബു ആണ് ഫൈനൽ പോരാട്ടം ആഘോഷിക്കാൻ അവധി നൽകിയത്. വാർത്തകൾ വിശദമായി. കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ മാറാടി പഞ്ചായത്തിലെ സിയോൺ നഗറിൽ പ്രദേശവാസികൾ നടത്തിവന്ന പ്രതിഷേധ സമരം വിജയം കണ്ടു. 31 ദിവസമായി തുടർച്ചയായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നടത്തിവന്നിരുന്ന ജനകീയ സമരമാണ് ഷാപ്പിന് നൽകിയ ലൈസൻസ് റദ്ദാക്കിയതോടെ അവസാനിപ്പിച്ചത്. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയായ സിയോൺ നഗറിൽ പുതുതായി ആരംഭിക്കാനിരുന്ന കള്ളുഷാപ്പിനെതിരെ പ്രദേശവാസികൾ നടത്തിവന്ന ശക്തമായ പ്രതിഷേധ സമരം വിജയത്തിൽ. 31 ദിവസമായി തുടർച്ചയായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നടത്തിവന്നിരുന്ന ജനകീയ സമരമാണ് അവസാനിപ്പിച്ചത്. മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും പൊതുപ്രവർത്തകരും ചേർന്ന് എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാപ്പിന് നൽകിയ ലൈസൻസ് റദ്ദാക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഷാപ്പ് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചത്. സമരക്കാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് കള്ളുഷാപ്പിന്റെ ലൈസൻസ് റദ്ദാക്കിയതോടെ നാട്ടുകാർ സമരം അവസാനിപ്പിക്കാനെത്തിയ മാത്യു കുഴൽനാടൻ MLAയെ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മാലയിട്ടും പൊന്നാടി അണിയിച്ചുമാണ് സ്വീകരിച്ചത്. മന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള അനുകൂല നടപടി ഉണ്ടായത്. വിജയത്തോടനുബന്ധിച്ച് സമരപ്പന്തലിൽ കേക്ക് മുറിക്കുകയും മധുരപലഹാരങ്ങളും പായസവും നാട്ടുകാർക്കും പങ്കെടുത്തവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. ഇവിടെ ഇതൊട്ടും അനുയോജ്യമല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇതൊരു ജനവാസ മേഖല എന്നല്ല, ജനവാസ നിബിഡമായിട്ടുള്ളൊരു മേഖലയാണ്. ഇവിടെ തൊട്ടടുത്തൊരു കോളനി അടക്കം ഇത്രയും ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്ക് കൊണ്ടുവന്ന് ഒരു ഷാപ്പ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് വന്ന് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിച്ചിരുന്നു. കോടതിയിൽ പരാജയപ്പെടുത്തി ഷാപ്പ് നടത്താമെന്നാണ് അവർ കണക്കൂട്ടിയത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് നമുക്കിത് ഒരു കൂട്ടുമ്പോൾ അറിയാലോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിക്കുന്നുണ്ട്. അവർക്ക് ഷാപ്പിനുള്ള ലൈസൻസ് ഇവിടെ അനുവദിച്ച് കിട്ടി. അപ്പോൾ അതിന് കാര്യകാരണങ്ങളില്ലാതെ നിഷേധിച്ചാൽ അത് കോടതി ചലഞ്ച് ചെയ്യുകയും ആ ഉത്തരവ് റദ്ദാക്കുകയും അങ്ങനെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലക്ഷ്യമിട്ടത്. നിത്യാരാധന ഉള്ളത് മഠത്തിലെ ചാപ്പലുകളിൽ ചിലപ്പോൾ നിത്യാരാധന കാണും. അതല്ലാത്തടത്തുള്ള ഞായറാഴ്ചയിൽ കുർബാന നടക്കണം. അപ്പം അങ്ങനെയുള്ള പള്ളിയല്ല. അപ്പം അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അയാൾ ഇതിന് ഒരു മറുവാദം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു വാദമാണ്. ഞാൻ പറഞ്ഞു ഇത് അങ്ങനത്തെ പള്ളി. ഞാൻ പറഞ്ഞു അങ്ങനത്തെ പള്ളി ഇങ്ങനത്തെ പള്ളി എന്ന ക്വസ്റ്റ്യനില്ല. പെന്തിക്കോസ്തുകാർ പ്രാർത്ഥിക്കുന്ന ആരാധനാലയം ചർച്ചും തന്നെയാണ്. അതിൻ്റെ അകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായ ഉത്തരവിൽ ചർച്ചിൻ്റെ ഡെഫിനിഷൻ അടക്കം കൊടുത്ത് അത് രേഖപ്പെടുത്തി. ആളുകളുടെ എതിർപ്പിൻ്റെ പേരിൽ കള്ളുഷാപ്പ് പൂട്ടി ഉത്തരവ് കിട്ടിയാൽ ഇവിടുത്തെ സ്ത്രീകളുടെയും ബഹുജനങ്ങളുടെയും പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കള്ളുഷാപ്പ് പൂട്ടി എന്നൊരു ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിൽ അങ്ങനെ ആളുകൾ പ്രക്ഷോഭിക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആളുകൾ എതിർക്കുന്നതിൻ്റെ പേരിൽ ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യാപാര സ്ഥാപനം പൂട്ടാനുള്ള നിയമം നമ്മുടെ രാജ്യത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. ഇവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനുള്ള ശിക്ഷ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്.
വെറുതെ ജനങ്ങളോട് വാശി പിടിക്കാനും ബലം പിടിക്കാനും വരരുത്. ആരെങ്കിലും കള്ളുഷാപ്പ് നടത്തുന്നതിനോ അല്ലെങ്കിൽ ബാർ നടത്തുന്നതിനോ ഞാൻ എതിരല്ല കേട്ടോ. ഇനി അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഞാനിപ്പോൾ ഒരു മദ്യവിരുദ്ധ ആളാണെന്നല്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. പക്ഷേ ഇതുപോലെ ജനങ്ങളെ വെല്ലുവിളിച്ച് നടത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സമരത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കളെയും പ്രദേശവാസികളെയും കള്ളുഷാപ്പിനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയ ഇവാനിയ മരിയ സജേഷിനെയും ചടങ്ങിൽ ആദരിച്ചു. അഭിനന്ദിക്കേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു അവരെ സമരരംഗത്ത് രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒന്നിച്ച് അണിനിരുന്ന ജനകീയ പോരാട്ടത്തിനൊടുവിൽ നീതി വരിച്ചതിന്റെ സന്തോഷത്തിലാണ് സിയോൺ നഗറിലെ നിവാസികൾ. കള്ളുഷാപ്പിന്റെ ബോർഡ് ഇവിടെ വെച്ച് അന്ന് രാത്രി തന്നെ ആദ്യം ഞങ്ങള് MLA വിളിച്ചു. ആ വിളിച്ചപ്പോ തന്നെ MLA ഫോൺ എടുത്തു. അന്ന് മുതൽ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഓരോ നിർദ്ദേശം നൽകുകയും അതിനെ സഹായിക്കുകയും ചെയ്തു. MLAക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഒക്കെ ഈ ഇതിൽ അറിയിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വന്ന് 31 ദിവസം ഈ സമരപ്പന്തലിൽ ഇരുന്ന് ഞങ്ങളെ സമരം ചെയ്ത് ഞങ്ങൾക്ക് വിജയം നേടിത്തന്ന എല്ലാ സാമൂഹിക പ്രവർത്തകരോടും MLAയോടും ഈ നാട്ടുകാരുടെ ഈ ഞങ്ങളുടെയും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവരെയും, പ്രത്യേകിച്ച് മീഡിയക്കാരെ ഒക്കെ ഞങ്ങൾ വിളിച്ചപ്പോഴെല്ലാം വന്ന് സഹകരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം, വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പിള്ളി, കോൺഗ്രസ് മാറാടി മണ്ഡലം പ്രസിഡന്റ് PP ജോളി, വിവിധ വാർഡ് മെമ്പർമാർ, CPIM, BJP പാർട്ടി പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മലങ്കര ഡാം ഷട്ടറുകൾ ഉയർത്തുന്നതിൽ ജാഗ്രതാ നിർദ്ദേശം. മലങ്കര ഡാം കാഞ്ഞാർ പാലത്തിന് സമാന്തരമായി നടപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ജലനിരപ്പ് 37.00 മീറ്ററിലേക്ക് താഴ്ത്തുന്നു. നിലവിൽ മലങ്കര ഡാമിന്റെ ജലനിരപ്പ് 38.36 മീറ്ററാണ്. നിലവിൽ 2 ഷട്ടറുകൾ 150 സെന്റിമീറ്ററും ഒരു ഷട്ടർ 100 സെന്റിമീറ്ററുമാണ് തുറന്നിട്ടുള്ളത്. ജലനിരപ്പ് താഴ്ത്തുന്നതിനായി വരും ദിവസങ്ങളിൽ മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളും 200 സെന്റിമീറ്റർ വരെ തുറക്കും. തൊടുപുഴ മൂവാറ്റുപുഴ ആറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് മലങ്കര ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പ്ലീഡർ നിയമനത്തിൽ അഭിഭാഷകയെ ശുപാർശ ചെയ്തത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലെന്ന് ഡീൻ കുര്യാക്കോസ് MD. K. ബാബു തന്റെ പേര് പറഞ്ഞത് വിവാദമാക്കേണ്ടതില്ല, ഒളിച്ചുവെക്കേണ്ട കാര്യമില്ലെന്നും MD. സർക്കാർ പ്ലീഡർ സ്ഥാനത്തേക്ക് ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്തിരുന്നുവെന്ന് സമ്മതിച്ച ഡീൻ കുര്യാക്കോസ് MD. അഭിഭാഷകയെ പരിചയമുണ്ടെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്നും MP എന്ന നിലയിലാണ് ശുപാർശ ചെയ്തതെന്നും ഡീൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2022 മുതൽ ലോയേഴ്സ് കോൺഗ്രസ് പ്രവർത്തകയാണ് ജിയോണ. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ജിയോണ ലോയേഴ്സ് കോൺഗ്രസിലുണ്ട്. അതാണ് താൻ അവരിൽ കണ്ട യോഗ്യത. കോൺഗ്രസിൽ എപ്പോൾ എത്തിയെന്നത് നോക്കേണ്ട കാര്യമില്ല. സന്ദീപ് വാര്യർ പാർട്ടിയിൽ വന്നപ്പോൾ ആരെങ്കിലും എതിർത്തോ? UDF-നൊപ്പം നിന്നാൽ ആരായാലും അംഗീകരിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ ഈ ജിയോണ എന്ന് പറയുന്ന അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്ത ഒരാൾ ഞാനാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ശുപാർശ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നിയമനം എന്ന് പറയുന്നത് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു നിയമനമല്ലല്ലോ. സ്വാഭാവികമായും റെക്കമെൻഡേഷൻ ആവശ്യമായിട്ട് വരും. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സെലക്ഷനും ആവശ്യമായിട്ട് വരും. ഇതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. ശുപാർശ നൽകിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 100% ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോസ്റ്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ അഭിഭാഷക എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകിയത്. അവരുടെ പശ്ചാത്തലം നോക്കിയിട്ടില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ വരുന്ന. ഒരു പഴയ SFI ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് എന്നാണ് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഒരു കാര്യം വരുമ്പോൾ ഇപ്പോൾ നിങ്ങളല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യം മുൻകാലഘട്ടത്തിൽ SFI ആണോ KSU ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അഭിഭാഷക എന്നുള്ള നിലയിൽ ഞാൻ പരിചയപ്പെടുന്നു. അവർ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവരേത് സംഘടനയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. എനിക്ക് 100% ബോധ്യപ്പെട്ടു അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്സിൽ. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിഭാഷകരുടെ സംഘടനയാണ്. ആ സംഘടനയിൽ 2022 മുതൽ
ആക്റ്റീവ് മെമ്പറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവർ. അത് 100% എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ ബോധ്യപ്പെട്ടു. കെ ബാബു തന്റെ പേര് പറഞ്ഞത് വിവാദമാക്കേണ്ടതില്ല, ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ലെന്നും കെ ബാബുവുമായി സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് തന്റെ പേര് കൂടി പറയാമായിരുന്നുവെന്നും ഡീൻ പറഞ്ഞു. നിയമനം പരീക്ഷയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ, റെക്കമെൻഡേഷന്റെ ഭാഗമാണ്. ഈ പറയുന്ന വ്യക്തിയുമായി എനിക്ക് ബന്ധമുണ്ട്, അവരുടെ യോഗ്യത അടക്കം വ്യക്തമാണ്. 100% ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവരെ ശുപാർശ ചെയ്തത്. ആ പോസ്റ്റിലേക്ക് അർഹയായ ആളാണ് ഈ അഭിഭാഷക എന്നുള്ളത് ബോധ്യപ്പെട്ടതിനാലാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകിയതെന്ന് ഡീൻ പറഞ്ഞു. അല്ലല്ല, ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്? കെ ബാബു ചേട്ടൻ എൻ്റെ പേര് അതിലേക്ക് വലിച്ചഴിച്ചതുകൊണ്ട്, അദ്ദേഹം അത് പൊതുമധ്യത്തിൽ പറഞ്ഞതുകൊണ്ട് മാധ്യമങ്ങളോട് ഞാൻ വിശദീകരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിലൊന്നും വരാത്ത ആളാണ്, എനിക്ക് ആവശ്യമില്ലാതെ. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. അതും വലിയ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും അദ്ദേഹം ഒളിച്ചു കിട്ടില്ലാതെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചാണ്, ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ഷാഫി പറമ്പിലും അദ്ദേഹം ആ പേര് കൂടി അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാണ് ബാബുചേട്ടൻ എൻ്റെ പേര് പറയാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ പേരങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചാണ്. അദ്ദേഹമാണ് എന്നെ ഒരു ദിവസം വിളിച്ചു, ഇത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിതെല്ലാം വിശദീകരിച്ചതാണ്. ഒന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അംഗമായിട്ടുള്ള ഒരു അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? പിന്നെ മുൻകാലഘട്ടങ്ങളിൽ അവർ ഇനി SFI ആണോ KSU ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തു ആയിക്കൊള്ളട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ 2022 മുതൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമായി ഒരു അഭിഭാഷക പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അയോഗ്യതയായി എനിക്ക് തോന്നുന്നില്ല. നിയമനത്തിൽ സതീശനെതിരെ തുറന്നടിച്ച KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രംഗത്തെത്തിയതിലും ഡീൻ പ്രതികരിച്ചു. അലോഷ്യസ് സേവ്യറിന്റേത് അജണ്ടയാണോ എന്ന ചോദ്യത്തിന് അജണ്ടയാക്കുന്നവർ ആക്കിക്കോട്ടെ എന്നായിരുന്നു ഡീനിന്റെ മറുപടി. KHRA എറണാകുളം ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ യൂണിറ്റിന് കീഴിലുള്ള ഹോട്ടലുകൾ പരിശോധനകൾ നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ യൂണിറ്റിന് കീഴിലുള്ള ഹോട്ടലുകളിൽ ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡുകൾ പരിശോധന നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഈ കേരളം മുഴുവൻ അവർ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയാണ്. മൂവാറ്റുപുഴയിൽ ഇന്ന് അവർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് വ്യക്തമായ രീതിയിൽ ഹോട്ടൽ എങ്ങനെയൊക്കെ വൃത്തിയായി നടത്തണം, അല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെ ശുചിയോടുകൂടി കൊടുക്കണം എന്നുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ തക്കവണ്ണമുള്ള ക്വസ്റ്റ്യനെയർ ഉൾപ്പെടെ അത് എൻക്വയറി നടത്തി റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കുന്ന രീതിയിൽ അവരിൽ നിന്ന് തന്നെ ഒരു ടീം ഉയർന്നു വന്നിരിക്കുന്നു. ആ ഒരു പദ്ധതി തീർച്ചയായിട്ടും ഒത്തിരി അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ജീവനക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നതാണ്. അത് മലയാളത്തിൽ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്, അതിഥി തൊഴിലാളികളുണ്ട്. അപ്പൊ അവർക്ക് കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ അത് ഹിന്ദിയിലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവരെയും കൂടെ പങ്കാളികളാക്കുന്ന രീതിയിലാണ് അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഓരോ ദിവസവും കുളിച്ച് വൃത്തിയുള്ള ഭക്ഷണങ്ങൾ ധരിച്ച് എങ്ങനെയൊക്കെ ഹൈജീനായിട്ട് നിൽക്കാമോ അതുൾപ്പെടെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പ്രതിപാദിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. തുടർന്ന് നടന്ന യോഗത്തിൽ KHRA എറണാകുളം ജില്ലാ പ്രസിഡന്റ് VT ഹരിഹരൻ ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. നിങ്ങൾ നഗരസഭയുടെ അല്ലെങ്കിൽ തദ്ദേശ ലൈസൻസുകൾ നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ? ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടോ? അതുപോലെ നിങ്ങളുടെ FSS ടോൾ ഫ്രീ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ? വിലവര പട്ടിക ഓർ മെനു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ? വെള്ളം പരിശോധിച്ച റിപ്പോർട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് 6 മാസത്തെ കാലയളവാണ്, അതൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഹെൽത്ത് കാർഡ് ഉണ്ടോ തുടങ്ങിയ ഫോർ-സ്റ്റാർ ക്ലാസ് കടയിലും ഓരോ ഷോപ്പിലും അവർക്ക് ട്രെയിനിങ് സമ്പാദിച്ച ഒരാൾ വേണമെന്നുണ്ട്. അതാണ് ഫോർ-സ്റ്റാർ ട്രെയിനിങ് സമ്പാദിച്ചവരുണ്ടോ? അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യവുമായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് ഈ ലൈസൻസുകൾ ആദ്യം കൊണ്ടുപോയി ചോദിച്ചിട്ട് ചേട്ടൻ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ A to Z നമ്മുടെ കിച്ചണിൻ്റെ ഓരോ ഭാഗവും അരികും മൂലയും അരിച്ചു പെറുക്കിയെന്നോണം ഡ്രെയിനേജ് വരെയുള്ള ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ട് അവരുടെ ജീവനക്കാരുൾപ്പെടെ അതിൻ്റെ ഓണറെ ഞങ്ങളുടെ അംഗത്തെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സ്ഥാപനത്തിൽ നിന്നും ഞങ്ങൾ പരിശോധനകൾ ചേർക്കുന്നത്. എറണാകുളം ജില്ലയിലെ 29 യൂണിറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത ഭക്ഷ്യസുരക്ഷയും ശുചിത്വ മാനദണ്ഡങ്ങളും സംബന്ധിച്ച് പ്രത്യേക പരിശീലനം നേടിയ അംഗങ്ങളാണ് ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സംഘം ഓരോ യൂണിറ്റിലെയും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും സന്ദർശിച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് റെസ്റ്റോറന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്ന
ശുചിത്വ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയും കണ്ടെത്തുന്ന പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണ നോട്ടീസുകളും നൽകുകയും ചെയ്തു. പരിശോധനയിൽ കണ്ടെത്തിയ തിരുത്തൽ നടപടികൾ നിർദ്ദേശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. ചടങ്ങിൽ KHRI സംസ്ഥാന സെക്രട്ടറിമാരായ CK അനിൽ, DJ മനോഹരൻ, ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡ് ചെയർമാൻ ബൈജു ഡേവിസ്, ജോയിന്റ് കൺവീനർ അശോകൻ, ആരോഗ്യവകുപ്പ് ഹെൽത്ത് സൂപ്പർവൈസർ നൌഷാദ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സൌമ്യ, ജുവാൻ, KHRI മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശ് ബാലകൃഷ്ണൻ, സെക്രട്ടറി ഷാനിദ് ഹമീദ്, ട്രഷറർ റൈജു R, മൂവാറ്റുപുഴ യൂണിറ്റ് ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം ആസ്വദിക്കാൻ സ്കൂളിന് അവധി പ്രഖ്യാപിച്ച പ്രധാന അധ്യാപിക. മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ മേരി സാബുവാണ് ഫൈനൽ പോരാട്ടം ആഘോഷിക്കാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവസരമൊരുക്കിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിന്റെ ആവേശത്തിൽ പങ്കുചേർന്ന് മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ. ആഗോള കായിക മാമാങ്കത്തിന്റെ ഫൈനൽ പോരാട്ടം തത്സമയം കാണാനും ആഘോഷിക്കാനും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 12:30 ആരംഭിക്കുന്ന സ്പെയിൻ അർജന്റീന മത്സരം ആസ്വദിക്കുന്നതിനാണ് സ്കൂൾ അധികൃതർ അവസരമൊരുക്കിയത്. കായിക പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനൽ മത്സരം പ്രമാണിച്ച് സ്കൂളിന് അവധി നൽകുന്നതായി സ്കൂൾ അസംബ്ലിയിലൂടെയാണ് പ്രിൻസിപ്പൽ മേരി സാബു അറിയിച്ചത്. What if I make arrangement for you all to see the World Cup finals with ease, declaring Monday as a holiday for all of you? ലോകകപ്പ് ആവേശം കുട്ടികളിലും കായിക സംസ്കാരം വളർത്താൻ സഹായിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. അവധിയെക്കുറിച്ചുള്ള ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം റീൽ പങ്കുവച്ചുകൊണ്ട് സ്കൂൾ അധികൃതർ പുറത്തുവിട്ട അറിയിപ്പ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഗ്രഹാതുരത്വമൊരുക്കി ഭവനങ്ങളിൽ രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ച കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മഞ്ചനാട് ശാഖ. മംഗലത്തുനടയിൽ നടന്ന ചടങ്ങിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മൂവാറ്റുപുഴ ജില്ലാ മാതൃസമിതി അധ്യക്ഷ സാവിത്രി അന്തർജനം നേതൃത്വം നൽകി. പഴയകാലത്ത് എല്ലാ ഭവനങ്ങളിലും നടത്തിയിരുന്ന രാമായണ പാരായണം പുതുതലമുറ അണുകുടുംബങ്ങളിലേക്ക് വഴിമാറിയപ്പോൾ പലയിടത്തും അന്യം നിന്നുപോയ ഭവനങ്ങളിലെ സത്സംഗവും രാമായണ പാരായണ പരിപാടിക്കും തുടക്കം കുറിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മഞ്ചനാട് ശാഖ. മംഗലത്ത് നടയിൽ നടന്ന ചടങ്ങിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മൂവാറ്റുപുഴ ജില്ലാ മാതൃസമിതി അധ്യക്ഷ സാവിത്രി അന്തർജനം ശ്രീരാമ അഷ്ടോത്തരാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. മൂവാറ്റുപുഴ താലൂക്ക് ട്രഷറർ സന്തോഷ് ES ശ്രീരാമ സന്ദേശം നൽകി. ചടങ്ങിൽ മാതൃസമിതിയുടെയും ശാഖാ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രാമായണ പാരായണം നടത്തി. മാതൃസമിതി പ്രസിഡന്റ് ഡോക്ടർ ബേബി വിജയനാഥൻ, സെക്രട്ടറി തങ്കമ്മ രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ തങ്കപ്പൻ, ട്രഷറർ മഞ്ജു സോമൻ എന്നിവർ നേതൃത്വം നൽകി. കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിലും ഭവനങ്ങളിൽ രാമായണ പാരായണം തുടരുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. മൂവാറ്റുപുഴ മുൻ നഗരസഭാ ചെയർമാൻ N പരമേശ്വരൻ നായർ പുരസ്കാരം മൂവാറ്റുപുഴയുടെ ചരിത്രകാരൻ S മോഹൻദാസിന് സമർപ്പിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ S മോഹൻദാസിന് സമർപ്പിച്ചു. മൂവാറ്റുപുഴയുടെ മുൻ നഗരസഭാ ചെയർമാനും CPI നേതാവുമായിരുന്ന N പരമേശ്വരൻ നായരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം മൂവാറ്റുപുഴയുടെ ചരിത്രകാരൻ S മോഹൻദാസിന് സമർപ്പിച്ചു. മൂവാറ്റുപുഴ ഹൌസിംഗ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി N അരുൺ ഉദ്ഘാടനം ചെയ്തു. N പരമേശ്വരൻ നായർ ഉൾപ്പെടെയുള്ള മൂവാറ്റുപുഴയിലെ മുൻകാല പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ചരിത്രകാരനാണ് S മോഹൻദാസ് എന്ന് N അരുൺ പറഞ്ഞു. AISFന്റെ സംസ്ഥാന ക്യാമ്പ് മൂവാറ്റുപുഴയിൽ വെച്ച് നടക്കുമ്പോൾ അതൊരു സ്കൂളിലായിരുന്നു. ആ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടനത്തിലാണ് 50കളിൽ സംഘാടനത്തിലാണ് ഇരുവരും പരിചയപ്പെട്ടതും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തത്. അങ്ങനെ ഇക്കാലത്തും മനസ്സിൽ വല്ലാത്ത സ്നേഹം കൊണ്ട് നടക്കുന്ന ആ പ്രിയ പ്രസ്ഥാനവുമായി ഇരുവർക്കും വലിയ ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നെ N പരമേശ്വരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. അതിലുപരിയായി നമ്മുടെ മണ്ണിൽ നമുക്ക് മുൻപേ കടന്നുപോയ ഓരോരുത്തരെയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചു വരികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, പാരമ്പര്യമുള്ള മനുഷ്യന് നന്മ പ്രദാനം ചെയ്യാൻ വേണ്ടി ഇടപെട്ട ഓരോ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരെയും നമ്മൾ അത്തരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ S മോഹൻദാസിന് സമർപ്പിച്ചു.
സംസ്കാരം 2-3 തരത്തിൽ എനിക്ക് പ്രിയങ്കരമാണ്. ഇത് ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും എഴുതുന്നതെന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഒരിക്കലും ലേബൽ ചെയ്യപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ എഴുതി തുടങ്ങിയതറിയാതെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നിർബന്ധത്തിൽ അത് പുസ്തകമാകാൻ ആഗ്രഹിക്കുകയും പുസ്തകമാക്കിയ ചില സുഹൃത്തുക്കൾക്കൂടെ ഉണ്ട്. രാജേഷ് ഉൾപ്പെടെ, പ്രജിത്ത് ഉൾപ്പെടെ, ഗിരീഷ് സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട് കൂട്ടത്തിൽ. അത് ഒരു പ്രോസസ്സായി സംഭവിക്കുകയും ആ പുസ്തകത്തിന് അറിയാതെ 2 അവാർഡുകൾ കിട്ടുകയും ചെയ്തു. ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പി കെ വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MLA ബാബു പോൾ, ഹൌസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് KA നവാസ്, അഡ്വക്കേറ്റ് അനിൽകുമാർ, PK സുഗതൻ, KP അലിക്കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. MCS ഹോസ്പിറ്റൽ, we take care of your health. രാമമംഗലം ഹൈസ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം നടത്തി. നാടൻപാട്ട് കലാകാരനായ അജിത് മേലേരി ഉദ്ഘാടനം നിർവഹിച്ചു. നാടൻപാട്ടിന്റെ ഭാവതാള ലയ വിന്യാസങ്ങളോടെ രാമമംഗലം ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടത്തി. നാടൻപാട്ട് കലാകാരനായ അജിത് മേലേരി ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണിന്റെ മണമുള്ള വായ്ത്താരികളും നാടൻപാട്ടുകളും കുഞ്ഞുങ്ങൾ ഏറ്റുപാടി. സ്കൂൾ മാനേജ്മെന്റ് ബോർഡ് പ്രസിഡന്റ് P ശ്രീറാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് സിന്ധു പീറ്റർ, PTA പ്രസിഡന്റ് PK രതീഷ്, സ്റ്റാഫ് സെക്രട്ടറി ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്, അധ്യാപകരായ MN പ്രസീത, EV വിദ്യ, ബിൻസി പോൾ, രേഷ്മ കൃഷ്ണൻ, നയന ഏലിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം മാതിരപ്പള്ളി വാത്തിയാട്ട് VK എൽദോസ് 51 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 11-ന് മുളവൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടത്തി. ഭാര്യ ജയ, മകൻ ബേസിൽ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.